ആശാപ്രവർത്തകരുടെ സമരപ്പന്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തിയതിൽ അതൃപ്തിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്ത്. രാഹുൽ മാങ്കൂട്ടം തിരിച്ചുപോയതിനു ശേഷമാണ് പ്രതിപക്ഷ നേതാവ് സമരപ്പന്തലിൽ എത്തിയത്. വിവാദമായതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സമരപ്പന്തലിൽ എത്തി. താൻ എത്തിയതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വരാതിരുന്നത് എന്നത് വ്യാജവാർത്തയെന്ന് രാഹുൽ ആരോപിച്ചു. വാക്കുകളാദ്യം. രാഹുലിന് പറയാനുള്ളത് രാഹുൽ എന്നും രാവിലെ ഒരു കാര്യമില്ലാതെ ഒരടിസ്ഥാനവും ഇല്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായിട്ട് നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം പ്രതിപക്ഷ നേതാവായിരുന്നു ആശാ സമരം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റത്. അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ അദ്ദേഹം എത്താത്തതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. KPCC യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ക്ഷണിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് എന്ന് സമരസമിതി നേതാവ് എസ് മിനിയും പറയുകയുണ്ടായി. അപ്പോൾ വെല്ലുവിളി തുടരുകയാണോ? പാലക്കാട് കൈകൊടുത്തുകൊണ്ട് MLA വരവേറ്റുകൊണ്ട് സർക്കാർ പരിപാടികളിലടക്കം MLA പങ്കെടുക്കുന്നു. തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഈ പാർലമെന്റേറിയന്മാരുടെ ഈ നിയമസഭയുടെ തലവനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് മുഖം തിരിക്കുന്നു MLAയോട്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളുമുണ്ട്. ആ ചോദ്യങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. എന്നോടൊപ്പം ആര്യ പിയും EV ഉണ്ണികൃഷ്ണനും ചേരുകയാണ്. ആര്യ, ഇന്നിപ്പോൾ ഈ ആശമാരുടെ സമരം അത് ഒരു ഘട്ടം പിന്നിട്ടുകൊണ്ട് അവർ നേടിയെടുത്ത ഐതിഹാസികമായ സമരത്തിന്റെ ചെറിയൊരു വിജയം, അതായത് 1000 രൂപ മാത്രമേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു സമരമുഖത്ത് നിൽക്കുമ്പോൾ ഇന്ന് ചർച്ചയാകേണ്ടത് അവരെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് ചർച്ചയായി മാറിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വരവിന്റെ പ്രസക്തിയും അതുണ്ടാക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ചോദ്യങ്ങളും എന്താണ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രതീക്ഷ പറഞ്ഞതുപോലെ കേരളം മുഴുവൻ ഒന്നടങ്കം ആശമാർക്ക് അർഹമായ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയതാണ് ഈ സമരം തുടങ്ങിയത് മുതൽ. ഇന്ന് 265-ാം ദിവസമാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരം അവസാനിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല. അവർ ജില്ലാ തലങ്ങളിലേക്ക് മാറുകയാണ്. ഇന്ന് അതിൻ്റെ സമാപന ദിവസമാണ്. ആ സമാപന ദിവസം എന്തുകൊണ്ടാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ക്ഷണിച്ചത്? ഇപ്പോൾ എസ് മിനിയുടെ പ്രതികരണം നമ്മൾ കണ്ടു. ക്ഷണിച്ചിട്ടാണ് രാഹുൽ വന്നത്, അവർക്ക് വേറെ ആരെയും വിളിക്കാനില്ലായിരുന്നു എന്നുള്ളതാണ്. രാഹുൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ സതീശൻ വരുന്നത് ബന്ധപ്പെട്ട് ഇറക്കി വിട്ടതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ രാഹുൽ പറഞ്ഞൊരു കാര്യം, എൻ്റെ അമ്മമാരാണിവർ, അവരെങ്ങനെ എന്നെ ഇറക്കി വിടുമെന്ന്. ആ അമ്മമാരോട് ചോദിക്കാനുള്ളൊരു കാര്യം, മറ്റാരെയും കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് വിളിക്കാൻ കിട്ടിയില്ലേ എന്നുള്ള കാര്യമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് MLA ജനപ്രതിനിധിക്കെതിരെ കേരളത്തിൽ ഉയർന്ന പെൺകുട്ടികൾ തുറന്നു പറഞ്ഞ ദുരനുഭവങ്ങൾ ഈ ആശാപ്രവർത്തകർ അറിഞ്ഞില്ല എന്നാണോ? ഇപ്പോൾ അമ്മമാരെന്ന് പറയുന്നു. ആ അമ്മമാർ, ആശാപ്രവർത്തകർ, അവരെയൊക്കെ നമ്മൾ എത്രയോ ദിവസമായി കാണുന്നു. അവരുടെ മക്കളാകാൻ പ്രായമുള്ള പെൺകുട്ടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്. എന്തിനൊരു ഓഡിയോ സന്ദേശം വരെയുണ്ട്. ഗർഭിണിയായ ഒരു പെൺകുട്ടിയുടെ ഓഡിയോ സന്ദേശം നമ്മൾ കേട്ടതാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് പറയുന്നത്? പക്ഷേ അവിടെ ഒരു ചോദ്യം എന്താണ്, ഈ പ്രതിപക്ഷ നേതാവ് ഒഴികെ ബാക്കിയുള്ള ജില്ലയിലെ നേതാക്കന്മാർക്ക് രാഹുലിന് എന്തെങ്കിലും പരാതിയുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒരു കഷ്ണം പേപ്പർ ഉണ്ടോ? പരാതിയില്ല, ശരി. പക്ഷേ ഈ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് നിഷേധിച്ചിട്ടുണ്ടോ? മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഒരു പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശം വന്നതിൽ അതിൽ എന്താണ് പറയുന്നത്? അതായത് ഗർഭിണിയായ പെൺകുട്ടി പറയാണ്, നിന്നെ ഇല്ലാതാക്കാൻ എനിക്ക് 5 സെക്കൻഡ് പോലും വേണ്ട എന്ന് നിനക്കറിയില്ലേ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നീ അത് ചെയ്തേക്കുമെന്ന് പെൺകുട്ടി പറയുമ്പോൾ ഒരു വഷളൻ ചിരിയാണ് രാഹുൽ ചിരിക്കുന്നത്. ഈ നിമിഷം വരെ രാഹുൽ നിഷേധിച്ചിട്ടില്ല, മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ക്ഷണിച്ചു? അവിടെ ആ ആശാപ്രവർത്തകർക്ക് ആ പെൺകുട്ടിയുടെ അമ്മമാരാകാൻ പ്രായമുള്ളവരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മറ്റാരെയും കിട്ടിയില്ല? ഇനിയിപ്പം ഇടതിൽ നിന്ന് വിളിക്കാൻ കഴിയില്ല. കേരളത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കുറവുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ? കോൺഗ്രസിന്റെ വിഷയം വേറെ തന്നെ സംസാരിക്കേണ്ടതാണ്. തീർച്ചയായും ഒരു കാര്യം നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ആരോപണം വന്നതിന് ശേഷം ഓരോന്നും ഒരു ടെസ്റ്റ് ഡോസ് പോലെയാണ് രാഹുൽ സ്വീകരിച്ചത്. ആദ്യം പ്രതികരിക്കാൻ പഠിക്കുന്നു, പിന്നെ രാഹുൽ തന്നെ, കാരണം വെച്ചാൽ ഇതിനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രാഹുലിനെ സംബന്ധിച്ചോളം വലിയൊരു അനിവാര്യതയായിരുന്നു. അദ്ദേഹം ഒരു MLA ആണ്, നമ്മൾ സമ്മതിക്കുന്നു, ജനപ്രതിനിധിയായിട്ട് ഇപ്പോഴും തുടരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പിൻവലിച്ചിട്ടില്ല. പക്ഷേ എന്താണ്, പാർലമെന്ററി പാർട്ടി നടക്കം അദ്ദേഹത്തെ കോൺഗ്രസിന് സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ എന്താണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന് ഈ പറയുന്ന ഇന്നലെ CPM-ന്റെ ജനപ്രതിനിധിയുടെ അടക്കം യോഗങ്ങളിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞു. അന്ന് ആലോചിക്കണം, അത്രത്തോളം CPM-ന്റെയും BJP-യുടെയും അണികളടക്കം റോഡിൽ തടയും, മണ്ഡലത്തിലേക്ക് കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് കണിശമായ നിലപാടെടുത്തെടുത്താണ് അവരുടെ പാർട്ടിയുടെ ജനപ്രതിനിധിയുടെ യോഗത്തിൽ MLAക്ക് അവിടെ ഉദ്ഘാടനത്തിലെത്താൻ കഴിയുന്നത്. അപ്പോൾ രാഹുലിന്റെ ഗ്രാഫ് നോക്കുമ്പോൾ ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല അത് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കാലത്തെ ചോദ്യങ്ങൾ എന്താണ്? ഇതിൽ ആര്യ പറഞ്ഞല്ലോ, ഇത്രയും ശക്തമായ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കുന്നു. അപ്പോൾ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു ലക്ഷ്യമുണ്ട്, അദ്ദേഹത്തിന് മുഖ്യധാരയിലേക്ക് വരണം, അദ്ദേഹത്തിൽ രാഷ്ട്രീയത്തിൽ അതിജീവിക്കണം, അതിനുള്ള മാർഗങ്ങൾ അദ്ദേഹം തേടുന്നുണ്ട്.
പക്ഷേ കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. അതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ പ്രതിസന്ധിയിലെത്തിയത്. ഇതേ പ്രതിസന്ധി സമാനമായി നിയമസഭാ സമ്മേളനം ചേരുന്ന ഘട്ടത്തിൽ നമ്മൾ ആദ്യം കണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടം പങ്കെടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അഭിപ്രായമില്ല. KPCC പ്രസിഡന്റ് ഒന്ന് പറയുന്നു, മറ്റൊരു അഭിപ്രായമാണ് മറ്റു നേതാക്കൾക്ക്. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു സീൻ ഉണ്ടായത്. സമാനമായി ഇന്നും ഈ ആശാസമരം തീർന്നതിൻ്റെ പൂർണ്ണമായി അല്ലെങ്കിൽ ആ സമരം ഒരു വിജയം എന്ന് അവകാശപ്പെടുന്ന ആശാപ്രവർത്തകർ അവകാശപ്പെടുന്ന ആ സമരത്തിൻ്റെ വിജയത്തിൽ ഒരു താരമായി പ്രതിപക്ഷ നേതാവ് ഇന്ന് എത്തുന്നു. അതിന്റെ മുഴുവൻ തിളക്കവും നഷ്ടപ്പെടുത്തുകയാണ് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. മാത്രമല്ല ഒരു കാര്യമുണ്ട്, ഈ ഇന്നത്തെ വേദിയിൽ വരുന്നത് ഇന്ന് KK രമ കൂടിയാണ്. KK രമ വന്നിട്ടുണ്ട്. KK രമയൊക്കെ കണിശമായിട്ട് രാഹുലിനെതിരെ തള്ളി പറഞ്ഞവരാണ്. പക്ഷെ അതിൽ എനിക്ക് ഞാൻ കണ്ട ദൃശ്യങ്ങളിൽ ആ വേദിയിൽ ആദ്യം ഇരിക്കുന്നത് CP ജോൺ ആണ്. CP ജോൺ കഴിഞ്ഞ് KK രമ ഇരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്നു, ജോസഫ് എം പുതുശ്ശേരി ഇരിക്കുന്നു, VV രാജേഷ് BJP നേതാവ് ഒരു ഘട്ടത്തിൽ KK രമ എണീറ്റ് പോകുന്നുണ്ട്. CP ജോൺ അവരെ അവിടെ തന്നെ ഇരുത്തിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ KK രമ എണീറ്റ് പോകുന്നു. അതിൽ അത്ഭുതപ്പെടുത്തിയത് CP ജോൺ ആണ്. അതിൽ പറഞ്ഞ് ഇറക്കി വിട്ടതാണ് എന്ന ആ ദൃശ്യങ്ങൾ കണ്ട ആർക്കും മനസ്സിലാകും. ഒരാൾ അവിടെ നിന്ന് വരുന്നു, രാഹുലിനോട് ചെവിയിൽ എന്തോ സംസാരിക്കുന്നു, രാഹുൽ പെട്ടെന്ന് എണീക്കുന്നു, CP ജോണിനോട് മാത്രം ബൈ പറഞ്ഞു പോവാണ്. ഇത് ഇവർക്കൊരു വ്യക്തതയില്ല, UDF-ന് വ്യക്തതയില്ല, കോൺഗ്രസിന് ഭാവി എന്തായിരിക്കാം കാരണം ഈ സതീശൻ ആരായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോ ദിവസം ഈ രാഹുലിന്റെ കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ നമ്മളിപ്പോൾ കോൺഗ്രസിന്റെ അദ്ദേഹത്തിന്റെ പ്രതിദാനം ചെയ്യുന്ന പാർട്ടി എന്ന നിലയിൽ പറഞ്ഞു. പക്ഷെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ അതിനേക്കാൾ ദയനീയമാണ്. കാരണം എന്താണെന്നല്ലോ, കഴിഞ്ഞ സ്കൂൾ ശാസ്ത്രമേള സത്യത്തിൽ ഈ ശാസ്ത്രമേള സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ സ്ഥലം കൺവീനറായിട്ട് വരിക അതിൻ്റെ MLA ആണ്. അപ്പോൾ പാലക്കാട്ട് സംഘടിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടം കൺവീനർ ആകും. അത് ഒഴിവാക്കാൻ വേണ്ടി ഷൊർണൂർ നടത്താൻ പറ്റുമോ എന്ന് പോലും ആലോചിച്ച സർക്കാർ അവസാനം ഇന്ന് ഏറ്റവും ഒടുവിൽ നടന്ന പട്ടയമേളയിൽ മന്ത്രി K കൃഷ്ണൻകുട്ടി പങ്കെടുത്ത ചടങ്ങിൽ ഓൺലൈനായി K രാജൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉണ്ട്. തീർച്ചയായും. അപ്പോൾ കോൺഗ്രസ് തന്നെ പറയട്ടെ, അല്ലാതെ ഉരുണ്ട് കളിക്കാതെ. പ്രതിപക്ഷ നേതാവ് എന്തായാലും അവിടെ വന്ന രാഹുലുള്ള വേദിയിൽ പങ്കെടുത്തില്ല. പിന്നീട് പോയ രാഹുൽ തിരികെ എത്തുന്നു. അപ്പോൾ അതൊക്കെ ഒരു വെല്ലുവിളിയായി മാറുമ്പോൾ എന്തായിരിക്കാം ഇനി ആശാവർക്കന്മാർ പെട്ടുപോയ അവസ്ഥയാണോ? നേരത്തെ പാനലിസ്റ്റുകൾ പറഞ്ഞതുപോലെ തന്നെ, നമ്മുടെ ജേർണലിസ്റ്റുകൾ പറഞ്ഞതുപോലെ തന്നെ മറ്റാരും അവിടെ യോഗ്യരായി ഇല്ലായിരുന്നു എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യുകയാണ്.